ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി രാജാസാബ് പ്രഭാസിന്റെ രാജാസാബ് റിലീസായിട്ടുണ്ട്. ഐ നോ ഇറ്റ്സ് എ ബിറ്റ് ലേറ്റ്. 3 ദിവസമായി ട്രെയിലർ ഇറങ്ങിയിട്ട്, പക്ഷേ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത്. ന്യൂ ഇയർ പരിപാടികളൊക്കെ അല്ലായിരുന്നു. ഓൾറൈറ്റ്, അപ്പോൾ ട്രെയിലർ കാണാം. എന്താണ് പരിപാടി എന്നൊന്നും അറിയില്ല. ഒരു ജോക്കറിന്റെ ഒരു അപ്പിയറൻസ് ഒക്കെ ഞാൻ പോസ്റ്റർ എന്നൊക്കെ കണ്ടായിരുന്നു. എന്താണ് ഇന്ന് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കറിയില്ല. കണ്ടു നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, മലയാളത്തിലുണ്ടോ എന്തോ ഇല്ലെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, സബ് ടൈറ്റിൽ ഉണ്ട്. ഇത് മറ്റേ സഞ്ജയ്, പുള്ളിയുടെ പേരെന്തായിരുന്നു? ഓ, അടിപൊളി. ഒരു വിജയുടെ ഒരു വൈബൊക്കെ ഉണ്ട്. സ്റ്റൈലൊക്കെ നോക്കിയാൽ പഴയ വിജയുടെ പോക്രിയുടെ ഒക്കെ സ്റ്റൈൽ പോലെ. തള്ളപ്പത്തി വിജയുടെ സ്റ്റൈല്. പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ, എന്തോ സഞ്ജയ് ബാവേ. എന്റെ ദൈവമേ, ഹൊറർ ഫാന്റസി. ഓക്കെ ഓക്കെ. മാളവിക മോഹനൊക്കെ ഉണ്ട്. ഹൊറർ കോമഡിയാണോ എന്തോ? ഇലുമിനാറ്റിയുടെ കണ്ണ്. ദൈവമേ, ഇയാളും ഉണ്ടോ? എന്തോ പ്രൊഫസർ എന്തോ ഉണ്ടല്ലോ 3 Idiots'ല്. ഹൊറർ കോമഡിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ఎవరు ఎందులో వీకుంటారో దాన్ని టార్గెట్ చేస్తాడు. సాధారణ స్త్రీ గంగమ్మ కాదు, ഇത് കുറെ ഉണ്ട് കേട്ടോ. ഇത് എത്രയുണ്ട്? 1.5 മിനിറ്റ് ആയുള്ളൂ. 3 മിനിറ്റ് ഉണ്ട് ട്രെയിലർ. ഇപ്പൊ എല്ലാ സിനിമകളിലും ദൈവമേ ఓ, ఈ సినిమాలేనల్లే. వేరే వరల్డ్ సృష్టించుకొని ఆ వరల్డ్ మనం ఉండి ఇక్కడ వాడితో యుద్ధం చేయాలి. അടിപൊളി. ഓ, വൈറ്റ് വാക്കറോ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. ഈ സോങ്ങിന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. అయ్యో, ఇక్కడ నుండి నీ కాలు కదలాలంటే అయితే ఏంద్ర ఇప్పుడు പിള്ളേർക്ക് പറ്റിയ പടം തോന്നുന്നു കണ്ടിട്ട്. രാജാസാബ്. ഒരു ജോക്കറിൻ്റെ അതായിരിക്കുന്നു. ഇത് തന്നെ പറഞ്ഞേ, ജോക്കറിൻ്റെ ഒരു മാരുതി ഫിലിം. കറക്റ്റ് അതേ മേക്കപ്പ് ഒക്കെ തന്നെ. പുള്ളിക്ക് ആ താടിയൊക്കെ എടുക്കായിരുന്നു, വീട്ടില്ല. ഓക്കെ, എനിവേയ്സ് ഒരു 3 മിനിറ്റ് ഉള്ള ഒരു യമണ്ടൻ ട്രെയിലർ. ഇതെന്താണ് പരിപാടി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. തന്നെ അഗൈൻ നമുക്കൊന്ന് എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം, എന്താണ് പരിപാടി എന്നുള്ളത്. ഇതിനകത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് ഫെമിലിയർ ആയിട്ട് തോന്നിയത്, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഈ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന സിനിമ, ഇപ്പോൾ ഋഷഭ തെലുങ്കാണെന്ന് എനിക്കറിയില്ല, കന്നഡ തെലുങ്കാണോ, ആ സിനിമയിലാണെങ്കിൽ ഈ റീഇൻകാർണേഷൻ ഉണ്ട്. അതായത് ഈ പുനർജന്മത്തിനെ പറ്റിയൊക്കെ ഒരുപാട് ആ കോൺസെപ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് ഫലിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അത് ഈ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ അത് രണ്ട് ജോണറായിപ്പോൾ. വില്ലൻ നമ്മൾ കണ്ടു, ഹിന്ദിയിൽ നിന്ന് 1-2 പേര് ഇറക്കിയിട്ടുണ്ട്. പിന്നെ പുള്ളി ഇപ്പോൾ പാൻ ഇന്ത്യ കളിക്കലാണല്ലോ. പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു, സഞ്ജയ് എന്നത്. ഇപ്പം ഞാൻ നോക്കുന്നില്ല, എന്തായാലും നിങ്ങൾ കമൻസിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്താണ് കറക്റ്റുള്ള പേര്. പക്ഷെ സഞ്ജയ് എന്നാണ് എൻ്റെ ഓർമ്മ. മറക്കാൻ പാടില്ലപ്പോഴത്തേക്ക് മറന്നുപോയി. പുള്ളി ഈ പാൻ ഇന്ത്യയിലുള്ള ഈ പരിപാടികളെല്ലാം ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പുള്ളിയുടെ ലുക്ക് വൈസ് ആൻഡ് എല്ലാത്തിലും ഓക്കെയാണ്. പക്ഷെ ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ
ആ പ്രോപ്പറായിട്ട് ഒരു ക്യാരക്ടർ കൺവേ ചെയ്യാൻ പറ്റുന്നില്ല ചില സിറ്റുവേഷൻസ് എല്ലാം. പുള്ളിയുടെ ചില മൂവീസ് കണ്ടാൽ അറിയാം, ഇപ്പോൾ ഒരുപാട് പുള്ളി ആ വില്ലനിസം ഒരുപാട് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മറ്റേ പ്രൊഫസർ ഉണ്ടല്ലോ 3 Idiots പുള്ളി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അത് അങ്ങനത്തെ ഒരു ലുക്കിൽ തന്നെയാണ്. പുള്ളിക്ക് എപ്പോഴും ഈ ഫാന്റസി ഇങ്ങനത്തെ കുറച്ച് മൂവീസിലൊക്കെ പുള്ളിയുടെ ലുക്ക് ശ്രദ്ധിച്ചറിയാം, അങ്ങനത്തെ ഒരു ലുക്കാണ് പുള്ളിക്ക് എപ്പോഴും കൊടുത്തേക്കുന്നത്. ആൻഡ് ഇറ്റ് സൂട്ട്സ് ഹിം. അത് പുള്ളിക്ക് സൂട്ട് ചെയ്യുന്നില്ല, നല്ല ഒരു എന്താണ് ഈ നമ്മൾ ഈ ഫാന്റസി ഇപ്പം ഹാരി പോട്ടർ ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ മൂവീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നോർമൽ ഫേസും ലുക്കും ഉള്ള ആൾക്കാരെയൊക്കെ കാസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിനൊരു പ്രത്യേകതരം ലുക്കൊക്കെ വേണം ഈ ചില ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത്. ഇപ്പം ഹാഗ്രിഡ്, പിന്നെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഡംബിൾഡോർ, അപ്പം ഇതിനൊക്കെ ഒരു പ്രത്യേക ഫേഷ്യൽ ലുക്കും ഒരു ഫീച്ചേഴ്സ് ഒക്കെ വേണം. അതുപോലെ ഒരു ഫീച്ചറുള്ള ഒരാളാണ് പുള്ളി. അതുകൊണ്ട് പുള്ളിക്ക് അതെല്ലാം സൂട്ടാവും. പിന്നെ മാളവിക മോഹൻ ഉണ്ട്, അത് ഈ ഡ്രസ്സും ലുക്കും എല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇപ്പം മൊത്തം ഉണ്ട്. ആ ഡാൻസിൻ്റെ കുറേ വൈറലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിവൈസ് വേറെ ഇതിനകത്ത് അതാ ഈ ലുക്ക് തന്നെ ഇത് തന്നെ, ഇങ്ങനത്തെ കണ്ണാടിയും ഈ കൈൻഡ് ഓഫ് വടിയും കാര്യങ്ങളും എല്ലാം പുള്ളിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. കുറേ സിനിമകളിൽ ഞാൻ ഇതേ സെയിം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ബട്ട് പ്രഭാസ് ആയതുകൊണ്ടും പിന്നെ പ്രഭാസിൻ്റെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറിയാമല്ലോ പടങ്ങളും കാര്യങ്ങളും എല്ലാം എങ്ങനെ വരും എങ്ങനെ പോകുന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ബാഹുബലിക്ക് ശേഷം പുള്ളിയുടെ ഒരു ഫാന്റസി പടം കണ്ടിട്ട് എൻ്റെ കിളി പറഞ്ഞു കിട്ടും. ലൈക്ക് അത് ഒറ്റിട്ട് വന്നപ്പോഴാണ് കണ്ടത്, എന്നിട്ട് എനിക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. VFX ഒക്കെ ഷോവാണ്, അത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ആനയൊക്കെ അത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു അപാകതയുണ്ട് അവിടെയൊക്കെ. ഇത് കുറച്ച് കടുത്തു പോയി കേട്ടോ, ഇതാണ് കടുത്തു പോയ ഒരു സീൻ. മുതല വാതറന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ അത് ചെയ്യണോ വേണ്ടയോ? ഫാന്റസി ഓക്കെ, ലൈക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫാന്റസി ആണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു ലിമിറ്റിലേടെ. പക്ഷെ അതിനും അതൊക്കെ ഞാൻ പറഞ്ഞു CGI VFX ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ മെനക്കൊക്കെ ചെയ്യണം. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഇവർ പറയുന്നുണ്ട് ഇപ്പോൾ ഇറ്റ് ടേക്സ് പൈസയൊക്കെ സൈഡിലുണ്ട്, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് മണി ടു വർക്ക് ഓൺ ദിസ് VFX. ഇതൊക്കെ ചെയ്യുന്നത് സിമ്പിൾ അല്ല. ബട്ട് ദെൻ അഗൈൻ യു ആർ മേക്കിംഗ് എ മൂവി, അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് ട്രൈ ടു മേക്ക് ഇറ്റ് ലിറ്റിൽ ബിറ്റ് ക്ലീനർ. ഇപ്പോൾ ഉള്ള ആൾക്കാർ ഈ സാധാ നോർമൽ CGIs ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല. എല്ലാവർക്കും കുറച്ചുകൂടെ വിഷ്വലി നല്ലൊരു ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം. കാരണം പുറത്തുള്ളവരൊക്കെ ഇത് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും നമ്മളിതാ വീണ്ടും ലൈക്ക് ചെയ്യുന്നില്ല എന്നല്ല, ലൈക്ക് സം പീപ്പിൾ ആർ ലൈക്ക് ഓക്കെ ഇതൊക്കെ മതി എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. അത് നമ്മൾ ഈ മുതലേക്ക് ഇരിക്കുന്നുണ്ടല്ലേ, ഭയങ്കര ഇത് പിള്ളേർക്ക് ലൈക്ക് ഫോർ ഈ പിള്ളേർ ടൈപ്പിലുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഫൈൻ, ഇതോടും വലിയ സീനൊന്നുമില്ല. എനിവേസ് അധികം വച്ച് നീട്ടുന്നില്ല. സോ ഇത്ര തന്നെയാണ് ട്രെയിലർ തന്നെ 3 മിനിറ്റ് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഐ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ഓക്കെ, അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. പിന്നെ മൂവി റിയാക്ഷൻ കാര്യങ്ങൾ, ജനനായകൻ്റെ മൂവി റിയാക്ഷനെല്ലാം നമ്മൾ ഉടനെ തന്നെ ചെയ്യും. മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം, കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, ഐ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.